പൊതുവിദ്യാഭ്യാസ സംരക്ഷണം സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമായിരുന്നിട്ടും കുട്ടികളില്ലാതെ അടച്ചുപൂട്ടുകയാണ് കോഴിക്കോട് കുതിരവട്ടം AUP സ്കൂൾ. മാനേജ്മെന്റ് തിരിഞ്ഞു നോക്കാതെ സ്കൂളിൽ അടിസ്ഥാന സൗകര്യമില്ലാതായതോടെയാണ് കുട്ടികൾ കൊഴിഞ്ഞുപോക്ക് തുടങ്ങിയത്. മാനേജ്മെന്റിന്റെ വാണിജ്യ താൽപര്യമാണ് അടച്ചുപൂട്ടലിന് കാരണമായതെന്നും സർക്കാർ അതിന് ഒത്താശ ചെയ്യുന്നതായും ആക്ഷേപമുണ്ട്. സ്കൂൾ മാനേജ്മെന്റ് യാതൊരു തരത്തിലുള്ള അറ്റകുറ്റപ്പണികൾ ചെയ്യുന്ന നാളിതുവരെ വന്നിട്ടില്ല. സ്കൂൾ മാനേജ്മെൻറ്റുമായി ചർച്ച നടത്തി ഗവൺമെൻറ്റോ യാതൊരു തരത്തിലുള്ള പദ്ധതികളും തയ്യാറാക്കിയിട്ടില്ല. വിദ്യാകിരൺ പദ്ധതി, സ്കൂൾ മാനേജ്മെൻറ്റ് നന്നാക്കാനുള്ള പല പദ്ധതികളും ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടായിട്ടുകൂടി ഈ സ്കൂൾ നന്നാക്കാൻ വേണ്ടിയിട്ട് യാതൊരു തരത്തിലുള്ള സഹായങ്ങളും ഗവൺമെൻറ് ഭാഗത്ത് നാളിതുവരെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ഗവൺമെൻറ് കാലഘട്ടത്തിൽ C രവീന്ദ്രനാഥ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിദ്യാർത്ഥികളില്ലാത്തതിൻ്റെ പേരിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അടച്ചുപൂട്ടേണ്ട ഗതികേട് വരില്ലാന്ന്. പക്ഷേ അത്തരം ഒരു സന്ദർഭത്തിലാണ് ഈ സ്കൂൾ ഇന്ന് അടച്ചുപൂട്ടേണ്ട ഗതികേടിലേക്ക് എത്തിയിരിക്കുന്നത്. മാനേജ്മെൻറ്റിൻ്റെ കുറ്റകരമായിട്ടുള്ള വീഴ്ച ഈ കാര്യത്തിലുണ്ട്. സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ ഇടപെടേണ്ടതായിരുന്നു. പക്ഷേ സർക്കാർ മാനേജ്മെൻറ്റുമായി ഒത്തുകളിച്ചുകൊണ്ടാണ് ഈ വിദ്യാലയം പൂട്ടാനുള്ള തീരുമാനത്തിലേക്ക് വരുന്നത്. മാനേജ്മെൻറ്റിന് എന്തെങ്കിലും അവർക്ക് ബിസിനസ് താല്പര്യങ്ങളുണ്ടാകാം. കോഴിക്കോട് നഗരത്തിലെ കണ്ണായൊരു സ്ഥലം മറ്റെന്തെങ്കിലും പർപ്പസിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ആഗ്രഹമുണ്ടാകാം. VS രഞ്ജിത്ത് നൽകും വിവരങ്ങൾ തത്സമയം. രഞ്ജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം MT രമേശ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ കോഴിക്കോട് നഗരത്തിലെ കണ്ണായ സ്ഥലമാണ്. കുതിരവട്ടത്തൊക്കെ സ്ഥലത്തിന് നല്ല വിലയാണ്. അപ്പോൾ ഈ സ്കൂളിൽ കുട്ടികൾ സ്വാഭാവികമായും കൊഴിഞ്ഞുപോക്കുണ്ടായാൽ ആ സ്ഥലം മറ്റെന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാമെന്നതാണോ മാനേജ്മെന്റിന്റെ താല്പര്യം എന്ന് പറയുന്നത്? സർക്കാരിൽ ആരാണ് ഇതിന് പിന്തുണ നൽകുന്നത്? ബിന്നിൽ 136 വർഷം പഴക്കമുള്ള ഒരു സ്കൂളാണ്. സർക്കാർ നേരത്തെ ഏറ്റെടുത്ത ഗണപത് സ്കൂളുകൾ കോഴിക്കോട് നഗരത്തിൽ ധാരാളമുണ്ട്. ചാലപ്പുറം ഗണപത്, ഗേൾസ് ബോയ്സ്, അതുപോലെ കല്ലായി ഗണപത്, ഫറോക്ക് ഗണപത്. അതേ മാനേജ്മെൻറ്റിന് കീഴിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്കൂൾ തന്നെയാണ് ഇപ്പോൾ കുതിരവട്ടം സ്കൂള്. മറ്റെല്ലാ സ്കൂളും സർക്കാർ സ്കൂളായപ്പോൾ ഇത് മാനേജ്മെൻറ്റിന് കീഴിൽ നിലനിർത്തുകയായിരുന്നു. ആ മാനേജ്മെൻറ്റ് സ്കൂളാണ്, അത്രയും പാരമ്പര്യവും പഴക്കവുമുള്ളൊരു സ്കൂളാണ് ഇപ്പോൾ കുട്ടികളില്ലാതെ അടച്ചുപൂട്ടുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി മാനേജ്മെൻറ്റ് സ്കൂളിലേക്ക് തിരിഞ്ഞു നോക്കാറില്ല. അതുകൊണ്ട് അടിസ്ഥാന സൗകര്യം ആ സ്കൂളിൽ ഇല്ല എന്നുള്ളതാണ്. നല്ല ക്ലാസ് മുറികളും അതുപോലെ തന്നെ അത്യാവശ്യത്തിന് സ്ഥലവും കളിസ്ഥലവും എല്ലാം ഉണ്ട്. പക്ഷേ അവിടേക്ക് ഈ കെട്ടിടം പുനർനിർമ്മിക്കാനോ പരിഷ്കരിക്കാനോ അല്ലെങ്കിൽ അവിടേക്ക് ഒന്ന് ഭംഗിയാക്കാനോ മോടിയാക്കാനോ ഒന്നും തന്നെ മാനേജ്മെൻറ്റ് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ സ്കൂളിലേക്ക് ഘട്ടം ഘട്ടമായി കുട്ടികൾ കൊഴിഞ്ഞുപോയി. ഇപ്പോൾ അധ്യാപിക തസ്തിക ഇല്ലാതായി. അവിടെ ഒരു ഹെഡ് മിസ്സസും ഒരു അധ്യാപികയും ഒരു സ്കൂൾ അതുപോലെ ഓഫീസ് അസിസ്റ്റൻറ്റും ഒക്കെയാണ് ഇപ്പോൾ ഉള്ളത്. അവിടുത്തെ കഞ്ഞി വെക്കുന്ന ചേച്ചിയുമുണ്ട്. ആ കഞ്ഞി വെക്കുന്ന ചേച്ചിക്ക് ജോലി നഷ്ടമായി. മറ്റുള്ളവരെയെല്ലാം മറ്റ് സ്കൂളുകളിലേക്ക് പുനർവിന്യസിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും പൊതുവിദ്യാഭ്യാസ സംരക്ഷണം ഒരൊറ്റ സ്കൂളും കുട്ടികളില്ലാതെ അടച്ചുപൂട്ടേണ്ടി വരില്ല എന്നുള്ളതായിരുന്നു കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥ് പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ ഇതാ കുട്ടികളില്ലാതെ ഒരു പൊതുവിദ്യാലയം പൂട്ടുകയാണ്, പൂട്ടാനുള്ള തീരുമാനം ആയിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ടതാണ് VS രഞ്ജിത്ത് ചൂണ്ടിക്കാട്ടിയത്. സർക്കാരിന്റെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമായ കാര്യമാണ് കോഴിക്കോട് കുതിരവട്ടം AUP സ്കൂളിൽ നടക്കുന്നത്. എന്തായാലും രഞ്ജിത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ തൊഴിൽ നഷ്ടമായ അവിടുത്തെ കഞ്ഞിയമ്മയുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. അതൊന്ന് കേട്ടുവരാം. എൻ്റെ ഭർത്താവിനാണെങ്കിൽ സുഖമില്ല, അപ്പം ഇവിടെ കിട്ടണത് കൊണ്ട് നമുക്ക് ജീവിക്കാമല്ലോ വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ പണിയെടുത്താലേക്ക് പൈസയും കിട്ടുള്ളൂ. അല്ലാതൊക്കെ ഗവൺമെൻറ് ശമ്പളം തന്നെ, ജോലി സ്ഥിരമാക്കിയില്ലല്ലോ. അപ്പം ഈ വർഷം ശമ്പളം ഉണ്ടാവില്ലല്ലോ, പണിയെടുക്കണ്ടേ? ഇല്ല ഞാൻ വരില്ല, എനിക്ക് വരേണ്ട ആവശ്യമില്ല. അടിച്ച് വരാൻ അതിൻ്റെ ആവശ്യമില്ലല്ലോ. കുട്ടികളില്ലാതെ പിന്നെ അടിച്ചേറ്റ് എന്താ കാര്യം? ഭക്ഷണം വെച്ച് കൊടുത്താലേ പൈസ കിട്ടും. ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ആ സ്കൂളിൽ നടക്കുന്നത്. എന്തായാലും സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ